ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 2025 റിലീസായ ഹൊറർ ത്രില്ലർ മൂവിയായ വെപ്പൺസ് ആണ്. ന്യൂയോർക്ക് സിറ്റിയിലെ ഒരു സ്കൂളിൽ ഒരുമിച്ച് പഠിച്ചിരുന്ന 60 കുട്ടികളിൽ 59 പേരെയും ഒരു രാത്രി കാണാതാകുകയാണ്. ഈ കാണാതായ 59 കുട്ടികളും പഠിച്ചിരുന്നത് ജസ്റ്റിൻ എന്നു പേരുള്ള ടീച്ചറുടെ ക്ലാസ്സിലാണ്. ഈ കാണാതായ കുട്ടികളുടെ തിരോധാനത്തിൽ ക്ലാസ് ടീച്ചറായ ജസ്റ്റിൻ എന്തെങ്കിലും പങ്കുണ്ടോ? ഈ കുട്ടികൾ എങ്ങോട്ടേക്കാണ് പോയത്? അവർക്ക് എന്താണ് സംഭവിച്ചത്? അപ്പോൾ നമുക്ക് ഈ മിസ്റ്ററി ത്രില്ലർ മൂവിയുടെ കഥയിലേക്ക് പോയാലോ ഫ്രണ്ട്സ്. ന്യൂയോർക്ക് സിറ്റിയിലെ സെന്റ് ആൽബർട്ട് സ്കൂളിലെ ക്ലാസ് ടീച്ചറായ ജെയിംസ് എന്നത്തെയും പോലെ തന്റെ ക്ലാസ്സിലേക്ക് വരികയാണ്. എന്നാൽ ആ ദിവസം പതിവിലും വിപരീതമായി സ്കൂളിലെല്ലാം പോലീസുകാരും കുട്ടികളുടെ പാരന്റ്സിനെയുമാണ് ടീച്ചർ കാണുന്നത്. എന്തോ കാര്യമായി സംഭവിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയ ടീച്ചർ തന്റെ ക്ലാസ്സിലെ കുട്ടികളുടെ അറ്റൻഡൻസും എടുത്ത് തന്റെ ക്ലാസ്സിലേക്ക് പോകും. എന്നാൽ ക്ലാസ്സിലെത്തുമ്പോഴാണ് ടീച്ചർ കാണുന്നത് തന്റെ ക്ലാസ്സിലെ അലക്സ് എന്നു പേരുള്ള പയ്യനൊഴിച്ച് ബാക്കി എല്ലാവരും ആബ്സെന്റ് ആണ് എന്ന്. എന്നാൽ ടീച്ചർ അലക്സിനോട് ചോദിക്കും, നിന്റെ ബാക്കി ഫ്രണ്ട്സ് എല്ലാവരും എവിടെ പോയി? എല്ലാവരും ഒരുമിച്ച് ലീവ് എടുത്തോ എന്ന്. എന്നാൽ പേടിച്ച് വിരണ്ടിരിക്കുന്ന അലക്സ് ടീച്ചറിനോട് പറയും, അവരെല്ലാവരും മിസ്സിംഗ് ആണ്, അവരെ അന്വേഷിച്ചാണ് സ്കൂളിലേക്ക് പോലീസ് വന്നിരിക്കുന്നത് എന്ന്. എന്നാൽ യഥാർത്ഥത്തിൽ സംഭവിച്ചത് കുട്ടികൾ മിസ്സിംഗ് ആകുന്ന ആ രാത്രി കൃത്യം 2:17 ആയപ്പോൾ അവരുടെ വീടിന്റെ വാതിൽ തനിയെ ഓപ്പൺ ആവുകയാണ്. വീട്ടിൽ നിന്നിറങ്ങിയ ഓരോ കുട്ടികളും ഓടി സ്ട്രീറ്റിലേക്ക് വന്ന് ഒരു കൂട്ടമായി മാറുകയാണ്. വാതിൽ തുറന്ന ഉടനെ തന്നെ ഓരോ കുട്ടികളും എന്തോ കണ്ട് പേടിച്ചതുപോലെ തങ്ങളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടുകയാണ്. എന്നിട്ട് അവരെല്ലാവരും ഏതോ ഒരു ദുഷ്ടശക്തിയുടെ കയ്യിൽപ്പെട്ടതുപോലെ ഒരുമിച്ച് കൂട്ടമായി ദൂരേക്ക് ഓടി മറയുകയാണ് ചെയ്യുന്നത്. അങ്ങനെ മിസ്സിംഗ് ആയ കുട്ടികളെ അന്വേഷിച്ചാണ് അടുത്ത ദിവസം പോലീസുകാരും പാരന്റ്സും സ്കൂളിലേക്ക് വരുന്നത്. അവരുടെ ക്ലാസ്സിലെ മിസ്സിംഗ് ആകാത്ത ഏക കുട്ടിയായിരുന്നു അലക്സ്. എന്നാൽ പോലീസുകാർ അലക്സിനോട് തന്റെ മിസ്സിംഗ് ആയ കൂട്ടുകാരെ പറ്റി ചോദിക്കും. എന്നാൽ അലക്സിന് അവരെ പറ്റി യാതൊന്നും തന്നെ അറിയില്ലായിരുന്നു. എന്നിട്ട് അവർ ക്ലാസ് ടീച്ചറായ ജസ്റ്റിനെയും ചോദ്യം ചെയ്യും. നിങ്ങളുടെ ക്ലാസ്സിലെ കുട്ടികൾ മാത്രം എന്താണ് മിസ്സായത്? അതിൽ നിങ്ങൾക്ക് റെസ്പോൺസിബിലിറ്റി ഇല്ലേ? നിങ്ങൾക്കിതിൽ എന്തെങ്കിലും പങ്കുണ്ടോ എന്ന തരത്തിലായിരുന്നു പോലീസുകാരുടെ ക്വസ്റ്റ്യൻസ്. പോലീസുകാർക്ക് ക്ലാസ് ടീച്ചറായ ജസ്റ്റിനെ നല്ല സംശയമുണ്ടായിരുന്നു. പക്ഷേ തക്കതായ തെളിവില്ലാത്തത് കൊണ്ട് തന്നെ അവർക്ക് യാതൊന്നും തന്നെ ചെയ്യാൻ കഴിഞ്ഞില്ല. എന്നാൽ ക്ലാസ് ടീച്ചറായ ജസ്റ്റിന് കുട്ടികളുടെ മിസ്സിംഗിൽ എന്തെങ്കിലും പങ്കുണ്ടോ? ക്ലാസ് ടീച്ചർ ജസ്റ്റിൻ എന്തിനാണ് പോലീസുകാരെ ഇത്രയധികം ഭയപ്പെടുന്നത്? ഇനി നമുക്ക് ക്ലാസ് ടീച്ചർ ജസ്റ്റിന്റെ കഥയിലേക്ക് പോകാം. ഇവരാണ് ക്ലാസ് ടീച്ചർ ജസ്റ്റിൻ. കുട്ടികൾ മിസ്സിംഗ് ആയ അടുത്ത ദിവസം സ്കൂളിൽ മിസ്സിംഗ് ആയ കുട്ടികളുടെ പാരന്റ്സിന്റെയും ടീച്ചേഴ്സിന്റെയും ഒരു മീറ്റിംഗ് വെച്ചിരിക്കുകയാണ്. അങ്ങനെ മിസ്സിംഗ് ആയ കുട്ടികളുടെ പാരന്റ്സിനോട് ജസ്റ്റിൻ സംസാരിക്കാൻ വരുമ്പോൾ തങ്ങളുടെ കുട്ടികളെ കാണാതായതിന് കാരണം ഈ ടീച്ചറാണ്. ഇവരുടെ ക്ലാസ്സിലായിരുന്നല്ലോ ഞങ്ങളുടെ കുട്ടികൾ പഠിച്ചിരുന്നത്. ഇവരാണ് ഞങ്ങളുടെ കുട്ടികളുടെ മിസ്സിങ്ങിന് കാരണമെന്നും പറഞ്ഞ് പാരന്റ്സ് ടീച്ചറിനെ അറ്റാക്ക് ചെയ്യാനായി വരും. എന്നാൽ പാരന്റ്സ് വയലന്റ് ആകുന്നു എന്ന് മനസ്സിലാക്കിയ പ്രിൻസിപ്പൽ മാർക്കസ് ജസ്റ്റിനെ അവരുടെ കയ്യിൽ നിന്നും രക്ഷപ്പെടുത്തി പുറത്തേക്ക് കൊണ്ടുവരും. എന്നാൽ പുറത്തിറങ്ങിയ ശേഷവും പാരന്റ്സ് ദേഷ്യത്തോടു കൂടി ജസ്റ്റിന്റെ അടുത്തേക്ക് വരും. എന്നാൽ പ്രിൻസിപ്പൽ മാർക്കസ് ജസ്റ്റിനെ സുരക്ഷിതമായി കാറിൽ കയറ്റിയ ശേഷം അവളോട് പറയും, നീ കുറച്ച് ദിവസം സ്കൂളിലേക്ക് വരണ്ട, പാരന്റ്സ് എല്ലാവരും നല്ല വയലന്റ് ആണെന്ന് പറയും. കുട്ടികളുടെ മിസ്സിങ്ങിന് കാരണം താനാണെന്ന് മറ്റുള്ളവർ പറയുന്നത് കേട്ട് വിഷമം വന്ന ജസ്റ്റിൻ അവിടെ നിന്ന് നേരെ അടുത്തുള്ള ലിക്കർ ഷോപ്പിലേക്ക് പോകും. വൈൻ ഷോപ്പിലെത്തി ഒരു ബോട്ടിൽ മദ്യം വാങ്ങുമ്പോൾ ജസ്റ്റിന് തന്നെ ആരോ ഫോളോ ചെയ്യുന്നത് പോലെ തോന്നും. അവൾ ഉടനെ തന്നെ തന്റെ വീട്ടിലേക്ക് വരും. കുട്ടികളുടെ തിരോധാനത്തിന് കാരണം താനാണെന്ന് പറയുന്നതോർത്ത് ജസ്റ്റിന് വളരെ വിഷമമുണ്ടായിരുന്നു. വീട്ടിലെത്തി മദ്യം കുടിക്കാനായി അവൾ ഡ്രിങ്ക്സ് ഒക്കെ ഫിക്സ് ചെയ്യുമ്പോഴേക്കും ആരോ ഒരാൾ വലിയ ശക്തിയിൽ അവളുടെ വാതിലിൽ ആഞ്ഞു തട്ടാൻ തുടങ്ങും. ജസ്റ്റിൻ പുറത്തേക്ക് പോയി നോക്കുമെങ്കിലും അവിടെയെങ്ങും ആരെയും കാണാൻ കഴിഞ്ഞില്ല. എന്നാൽ വീടിന് പുറത്തു വന്ന ജസ്റ്റിന് കുട്ടികളുടെ തിരോധാനവും തന്റെ ലൈഫിൽ ഇങ്ങനെ സംഭവിക്കുന്നതിനും എന്തൊക്കെയോ കാരണങ്ങളുണ്ട് എന്ന് അവൾക്ക് കൃത്യമായി തന്നെ മനസ്സിലായി. എന്നാൽ അടുത്ത ദിവസം രാവിലെ ടീച്ചർ കാണുന്നത് താൻ സ്ട്രീറ്റിൽ പാർക്ക് ചെയ്തിരുന്ന കാറിൽ ആരോ തെറി എഴുതി വെച്ചിരിക്കുന്നതാണ്. എന്നാൽ ആ ദിവസം ഉച്ചയ്ക്ക് തന്നെ ജസ്റ്റിന്റെ സ്കൂളിലെ പ്രിൻസിപ്പൽ ജസ്റ്റിനെ സ്കൂളിലേക്ക് വിളിച്ചു വരുത്തും. പാരന്റ്സ് എല്ലാം നല്ല വയലന്റിൽ നിൽക്കുകയാണ്. തൽക്കാലത്തേക്ക് ടീച്ചർ ലീവ് എടുക്കാൻ പ്രിൻസിപ്പൽ പറയും. ഇതുകൂടി കേൾക്കുമ്പോൾ ജസ്റ്റിൻ ആകെപ്പാടെ തകർന്നു പോകും. ജസ്റ്റിൻ അവിടെ നിന്ന് പോലീസ് സ്റ്റേഷനിലെത്തി തന്റെ കാറിൽ വൃത്തികേട് എഴുതി വെച്ചതിന് കംപ്ലൈന്റ് കൊടുക്കുമ്പോഴാണ് തന്റെ ഫ്രണ്ടായ ജെയിംസിനെ അവൾ അവിടെ വെച്ച് കാണുന്നത്. അവളുടെ എക്സ് ബോയ് ഫ്രണ്ട് ആയിരുന്നു ജെയിംസ്. എന്നാൽ ജെയിംസ് മറ്റൊരു പെൺകുട്ടിയെ കല്യാണം കഴിച്ച ശേഷം ജസ്റ്റിനുമായി യാതൊരു കോണ്ടാക്റ്റും ഇല്ലായിരുന്നു. എന്നാൽ അന്ന് രാത്രി സിറ്റിയിലെ ഒരു ബാറിൽ വെച്ച് ജസ്റ്റിനും പോളും കണ്ടുമുട്ടും. അവൻ അവളുടെ വിശേഷം അന്വേഷിക്കുമ്പോഴാണ് സ്കൂളിലെ കുട്ടികളുടെ മിസ്സിംഗ് കേസിനെ പറ്റി അവൾ പറയുന്നത്. എന്നാൽ പോൾ പറയും, നീ പേടിക്കേണ്ട, ആ കേസ് അന്വേഷിക്കുന്നത് ഞാനാണെന്ന്. എന്നാൽ അതിനുശേഷം അവർ രണ്ടുപേരും ജസ്റ്റിന്റെ വീട്ടിലേക്കാണ് പോകുന്നത്. മുമ്പ് പ്രേമിച്ചിരുന്നപ്പോഴുണ്ടായതുപോലെ തന്നെ അവർ തമ്മിൽ സെക്ഷൽ റിലേഷൻഷിപ്പും അന്നുണ്ടാകും. തിരികെ പോകുമ്പോൾ പോൾ ജസ്റ്റിനോട് പറയും, നീ ഈ കേസിൽ പാരലൽ ഇൻവെസ്റ്റിഗേഷൻ ഒന്നും നടത്തണ്ട, അത് നിനക്ക് ദോഷം ചെയ്യുമെന്ന്. എന്നാൽ ജസ്റ്റിൻ അതൊന്നും കേൾക്കാതെ തന്റെ ക്ലാസ്സിലെ മിസ്സിംഗ് ആകാത്ത ഏക പയ്യൻ അലക്സിന്റെ വീട്ടിലേക്ക് പോകും. അലക്സിനെ ഫോളോ ചെയ്ത് അവന്റെ വീട് കണ്ടെത്തും. എന്നിട്ട് അവിടെ എത്തിയ ശേഷം കോളിംഗ് ബെൽ അടിക്കുമെങ്കിലും ആരും വാതിൽ ഓപ്പൺ ചെയ്യില്ല. ജസ്റ്റിൻ ഉടനെ തന്നെ വീട്ടിന്റെ ബാക്ക്യാർഡിലേക്ക് പോയി അവിടെയുള്ള വിൻഡോയിലൂടെ വീടിനുള്ളിലേക്ക് നോക്കും. എന്നാൽ അപ്പോഴാണ് അവൾ ആ ഞെട്ടിക്കുന്ന കാഴ്ച കാണുന്നത്. വീടിനുള്ളിൽ 2 പേർ അവളെ നോക്കിയിരിക്കുകയാണ്. തനിക്ക് തോന്നിയതാണോ എന്ന് കരുതി ജസ്റ്റിൻ വീണ്ടും നോക്കുമ്പോൾ ശരിയാണ്, അവിടെ 2 പേർ ഇരിപ്പുണ്ട്.
എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? കുട്ടികളെ ആരാണ് തട്ടിക്കൊണ്ടുപോയത്? അലക്സിന് ഇതിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നോർത്ത് ടെൻഷനായി അവൾ ബാറിലേക്ക് തന്നെ വരും. ബാറിലെത്തിയ ജസ്റ്റിനെ ആ പോലീസുകാരന്റെ വൈഫ് അങ്ങോട്ടേക്ക് വന്ന്, നീ എൻ്റെ ഹസ്ബൻഡിനെ എൻ്റെ കയ്യിൽ നിന്ന് തട്ടിയെടുക്കുമോ എന്ന് ചോദിച്ച് ഉപദ്രവിക്കും. അവിടെ നിന്ന് തിരികെ വീട്ടിലെത്തിയ ജസ്റ്റിനെ എല്ലാ പ്രഷറും കൂടി താങ്ങാനാകാതെ കുടിച്ച് ബോധമില്ലാതെ കിടന്നുറങ്ങും. അങ്ങനെ ഉറങ്ങുമ്പോൾ അവൾ ഒരു സ്വപ്നം കാണും. സ്വപ്നത്തിൽ അവൾ എന്നത്തെയും പോലെ സ്കൂളിൽ പഠിപ്പിക്കാൻ പോവുകയാണ്. പക്ഷേ അത് രാവിലെ അല്ലായിരുന്നു, രാത്രിയായിരുന്നു. ക്ലാസ്സിലെത്തുന്ന അവൾ മിസ്സിംഗ് ആയ എല്ലാ കുട്ടികളെയും അവിടെ കാണും. അതോടൊപ്പം തൻ്റെ ക്ലാസ്സിലെ മിസ്സിംഗ് ആവാത്ത കുട്ടിയായ അലക്സ് തന്നെ ഒരു വികൃത രൂപത്തിൽ നോക്കുന്നത് കണ്ട് പേടിച്ച് അവൾ ഉറക്കത്തിൽ നിന്ന് എണീക്കും. എന്നിട്ടവൾ വീണ്ടും കിടക്കുമ്പോൾ അവളുടെ ഫാനിൻ്റെ മുകളിൽ അവൾ ആ സ്വപ്നത്തിൽ കണ്ടതുപോലെയുള്ള ഒരു വികൃത മുഖം കാണും. അത് കണ്ടവൾ വീണ്ടും ഞെട്ടും. എന്നാൽ തൊട്ടടുത്ത ദിവസം രാവിലെ അലക്സ് സ്കൂളിൽ നിന്ന് മടങ്ങി വരുന്നതും കാത്ത് ജസ്റ്റിൻ അവൻ്റെ വീട്ടിന് മുന്നിൽ വെയിറ്റ് ചെയ്യുകയാണ്. എന്നിട്ട് അലക്സിനോട് ചോദിക്കും, മിസ്സിംഗ് ആയ നിന്റെ കൂട്ടുകാർ എന്തെങ്കിലും നിന്നോട് പറഞ്ഞിരുന്നോ എന്ന്. എന്നാൽ അലക്സ് ആകട്ടെ അവളോടൊന്നും പറയാൻ കൂസലാക്കാതെ വീടിൻ്റെ അകത്തേക്ക് ഓടി വാതിൽ കൊട്ടിയടക്കി. ജസ്റ്റിൻ അലക്സിന്റെ വീട്ടിലേക്ക് പോയി കോളിംഗ് ബെൽ അടിക്കുമെങ്കിലും ആരും വാതിൽ തുറക്കില്ല. എന്തായാലും അലക്സിനെ കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയ ശേഷമേ പോകുള്ളൂ എന്നും കരുതി അവൾ അലക്സിന്റെ വീടിന് മുന്നിൽ വെയിറ്റ് ചെയ്യാൻ തുടങ്ങുകയാണ്. സമയം ഒരുപാട് കഴിഞ്ഞു പോകും. സമയം പാതി രാത്രിയാകും. ജസ്റ്റിൻ ആ കാറിലിരുന്ന് ഉറങ്ങിപ്പോകും. എന്നാൽ അപ്പോഴേക്കും അലക്സിന്റെ വീടിനകത്തു നിന്നും ഒരു വികൃത രൂപം ജസ്റ്റിന്റെ കാറിനുള്ളിലേക്ക് കയറി വരും. ഉറങ്ങിക്കിടക്കുന്ന ജസ്റ്റിന്റെ തലമുടി അത് കട്ട് ചെയ്ത ശേഷം വീണ്ടും അലക്സിന്റെ വീടിനുള്ളിലേക്ക് കയറിപ്പോകും. എന്നാൽ ഇവിടെ നിന്ന് നമ്മൾ കട്ട് ചെയ്ത് പോകുന്നത് കഥയിലെ ഏറ്റവും പ്രധാന ക്യാരക്ടറായ ആർച്ചറിന്റെ ജീവിതത്തിലേക്കാണ്. ആർച്ചറും ഈ കഥയും തമ്മിൽ എന്താണ് ബന്ധം? മിസ്സിംഗ് ആയ കുട്ടികളിൽ മാത്യു എന്ന പേരുള്ള ഒരു കുട്ടിയുടെ അച്ഛനാണ് ആർച്ചർ. മാത്യുവിനെ കാണാതായ അന്ന് തൊട്ട് ആർച്ചർ ഡിപ്രഷനിലാണ്. മാത്യു മിസ്സിംഗ് ആവുന്നതിന് മുൻപ് വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടിയ CCTV വിഷ്വൽസ് എപ്പോഴും ആർച്ചർ പരിശോധിക്കും. തൻ്റെ കുട്ടി മിസ്സിംഗ് ആയ അടുത്ത ദിവസം തന്നെ ആർച്ചർ പോലീസ് സ്റ്റേഷനിലേക്ക് വന്ന് പറയും, നിങ്ങളുടെ അന്വേഷണമൊന്നും റൈറ്റ് രീതിയിലല്ല പോകുന്നത്. ആ സ്കൂളിലെ ടീച്ചറായ ജസ്റ്റിനെ ഈ മിസ്സിംഗുമായി എന്തോ ബന്ധമുണ്ട്. നിങ്ങൾ അതിനെപ്പറ്റി കൃത്യമായി അന്വേഷിക്കണമെന്ന് പറഞ്ഞ് പോലീസുകാരോട് ദേഷ്യപ്പെടും. അന്ന് രാത്രി സ്കൂളിൽ വെച്ച് നടന്ന ആ മീറ്റിംഗിൽ ജസ്റ്റിനെ ഫോളോ ചെയ്ത് വന്നതും ജസ്റ്റിൻ്റെ വീട്ടിലേക്ക് വന്ന് ജസ്റ്റിൻ്റെ കാറിൽ തെറിയെഴുതി വെച്ചതും ഇയാൾ തന്നെയായിരുന്നു. ആർച്ചറിന് ടീച്ചറായ ജസ്റ്റിനെ നല്ല സംശയമുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് തിരികെ വീട്ടിലേക്ക് വരുന്ന ആർച്ചർ ഉറക്കത്തിൽ തൻ്റെ മകളെ സ്വപ്നം കാണും. അവൾ തൻ്റെ വീടിനുള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഓടുന്നത് കണ്ട് ആർച്ചറും ആ സ്വപ്നത്തിൽ അവളുടെ പിന്നാലെ ഓടും. ഓടി ഓടി അവൾ ഒരു വീടിന് മുന്നിൽ ഇറങ്ങി ആ വീടിനുള്ളിലേക്ക് കയറിപ്പോകും. സ്വപ്നത്തിൽ തൻ്റെ മകളെ പിന്തുടർന്നു വരുന്ന ആർച്ചർ തൻ്റെ മകൾ ആ വീട്ടിലെ ഒരു റൂമിനുള്ളിൽ കിടന്നുറങ്ങുന്നത് കണ്ട് അവളുടെ അടുത്തേക്ക് വന്ന് ചോദിക്കും, മോളെ നീ അച്ഛനെ വിട്ട് എങ്ങോട്ടേക്കാണ് ഓടിപ്പോയതെന്ന്. പെട്ടെന്ന് മകളുടെ മുഖം മാറി ഒരു പ്രേതത്തിൻ്റെ മുഖം പോലെയാകും. ഇതേ മുഖം തന്നെയായിരുന്നു അന്ന് ജസ്റ്റിനും സ്വപ്നം കണ്ടപ്പോൾ കണ്ടത്. സ്വപ്നത്തിൽ നിന്നും ഞെട്ടിയുണർന്ന ആർച്ചർ തൻ്റെ മകളെ കണ്ടെത്താനുള്ള അന്വേഷണത്തിലാണ് ഇപ്പോൾ. തൻ്റെ മകളെ പോലെ കാണാതായ കുട്ടികളുടെ വീട്ടിലേക്ക് പോയി CCTV ക്യാമറ എടുത്ത ശേഷം കുട്ടികളെല്ലാം അവരുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടിയ ഡയറക്ഷനും പാറ്റേണും മനസ്സിലാക്കി സിറ്റിയുടെ മാപ്പ് എടുത്ത ശേഷം അയാൾ അതിൽ ഡയറക്ഷൻസ് മാർക്ക് ചെയ്യും. വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടിയ കുട്ടികൾ പരസ്പരം കണ്ടുമുട്ടുന്ന ഒരു സ്ഥലം മാർക്ക് ചെയ്ത് അയാൾ അത് അന്വേഷിച്ച് പോകുമ്പോഴാണ് വഴിയിൽ വെച്ച് ജസ്റ്റിനെ കാണുന്നത്. ജസ്റ്റിനെ കണ്ട ദേഷ്യത്തിൽ ജസ്റ്റിന്റെ അടുത്തേക്ക് വന്ന ആർച്ചർ അവളോട് പറയും, നിന്നെ കാരണമാണ് കുട്ടികൾ മിസ്സിംഗ് ആയത്. നിനക്കും കാണാതായ കുട്ടികളുടെ മിസ്സിംഗ് തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ടെന്നും പറഞ്ഞ് അവർ തമ്മിൽ ആർഗ്യുമെന്റ് ആകും. അങ്ങനെ അവർ തമ്മിൽ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ജസ്റ്റിന്റെ സ്കൂളിലെ പ്രിൻസിപ്പളായിരുന്ന മാർക്കസ് ഒരു പേപ്പട്ടിയെ പോലെ ജസ്റ്റിന് നേരെ ആക്രോശിച്ചുകൊണ്ട് അവളെ കൊല്ലാനായി വരുന്നത്. എന്നാൽ പേപ്പട്ടിയെ പോലെ വരുന്ന പ്രിൻസിപ്പലിനെ ഒരുവിധം ആർച്ചർ പിടിച്ച് താഴേക്കിടും. എന്നാൽ അവിടെ നിന്ന് കട്ട് ചെയ്ത് നമുക്ക് പോളിലേക്ക് പോവാം. ജസ്റ്റിന്റെ കാമുകനായ പോലീസുകാരൻ പോളിനായിരുന്നു സ്കൂളിലെ കുട്ടികളെ കാണാതായ കേസിന്റെ അന്വേഷണ ചുമതല. എന്നാൽ കേസിൽ ഒരു തുമ്പും കിട്ടാത്തത് കൊണ്ട് തന്നെ പോളിന്റെ ബോസ് അവനെ വഴക്കു പറഞ്ഞു. ബോസിന്റെ കയ്യിൽ നിന്ന് കണക്കിന് കിട്ടിയ ദേഷ്യത്തിൽ പുറത്തേക്ക് വരുമ്പോഴാണ് ഒരു കള്ളൻ ഒരു വീട് കുത്തിപ്പൊളിക്കുന്നത് പോൾ കാണുന്നത്. പോൾ അവന്റെ പിന്നാലെ പോയി അവനെ അറസ്റ്റ് ചെയ്യും. എന്നാൽ ആ കള്ളൻ പോളിനോട് പറയും, സാർ അത് എൻ്റെ സ്വന്തം വീട് തന്നെയാണ്, പക്ഷേ എൻ്റെ കയ്യിൽ നിന്ന് ചാവി കളഞ്ഞു പോയത് കൊണ്ടാണ് ഞാൻ ബാക്ക് വിൻഡോ വഴി കയറിയതെന്ന് പറയും. എന്നാൽ ഇതിനിടയിൽ അവനെ സെർച്ച് ചെയ്യുന്നതിനിടയിൽ അവൻ ഡ്രഗ് യൂസ് ചെയ്തിരുന്ന നീഡിൽ പോളിന്റെ കയ്യിൽ കുത്തിക്കയറും. ദേഷ്യമെന്ന പോൾ ആ കള്ളന്റെ തലക്കടിച്ച് വീഴ്ത്തും. വണ്ടിക്കുള്ളിൽ കയറി ഫസ്റ്റ് എയ്ഡൊക്കെ വെക്കുമ്പോഴാണ് പോളിന് ഓർമ്മ വരുന്നത് താൻ അയാളെ അടിച്ച കാര്യം തന്റെ വണ്ടിയിലെ ക്യാമറയിൽ പകർത്തിയിട്ടുണ്ട് എന്ന്. പോൾ ഉടനെ തന്നെ ക്യാമറ കണക്ഷൻ ഊരിയ ശേഷം ആ കള്ളന്റെ അടുത്ത് വന്ന് പറഞ്ഞെതിരെ ഞാൻ ചാർജൊന്നും എടുക്കില്ല, പക്ഷെ ഞാൻ നിന്നെ ഉപദ്രവിച്ച കാര്യം നീ എന്തെങ്കിലും പുറത്തു പറയുകയാണെങ്കിൽ നിന്റെ ഗതി ഇതൊന്നും ആയിരിക്കില്ല എന്ന് പറഞ്ഞ് പോൾ അവനെ വിടും. എന്നാൽ പോളിന്റെ ബോസ് ഇതെല്ലാം തന്നെ ഓഫീസിലിരുന്ന് തന്റെ കമ്പ്യൂട്ടറിലൂടെ കാണുന്നുണ്ടായിരുന്നു. ബോസ് അവനോട് പറയും, നീ ഇന്ന് ഉപദ്രവിച്ച ആൾ എന്തെങ്കിലും കേസുമായി എൻ്റെ അടുത്ത് വരികയാണെങ്കിൽ ഞാൻ നിന്നെ പിടിച്ച് ജയിലിലിടും. നീ നിന്റെ ദേഷ്യം മര്യാദയ്ക്ക് ആ കാണാതായ കുട്ടികളെ കണ്ടെത്തുന്ന കാര്യത്തിൽ കാണിക്കാൻ ബോസ് അവനോട് പറയും. ബോസ് വഴക്ക് പറഞ്ഞതോർത്ത് ഫ്രസ്ട്രേറ്റഡായി ഇരിക്കുമ്പോഴാണ് അവനെ ജസ്റ്റിൻ വിളിക്കുന്നത്. തൻ്റെ കാമുകിയെ കാണാനായി തൻ്റെ വൈഫിനെ മറന്ന് ജസ്റ്റിൻ അവളുടെ വീട്ടിലേക്ക് പോയി അവർ രണ്ടുപേരും എൻജോയ് ചെയ്യും. എന്നാൽ ആ രാത്രി ജസ്റ്റിനോടൊപ്പം കഴിഞ്ഞ ശേഷം തിരികെ തൻ്റെ വീട്ടിലേക്ക് വരുന്ന പോളിനെ കൈയോടെ തന്നെ അവൻ്റെ വൈഫ് പിടികൂടും. ഈ കാരണം കൊണ്ടാണ് നേരത്തെ ബാറിലേക്ക് വന്ന ജസ്റ്റിനെ പോളിൻ്റെ വൈഫ് അറ്റാക്ക് ചെയ്തത്. എന്നാൽ അടുത്ത ദിവസം പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്ന പോൾ
ആ കള്ളൻ പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്നത് കാണും. താൻ ഉപദ്രവിച്ച കാര്യം തൻ്റെ ബോസിനോട് പറയാനാണ് വരുന്നതെന്നും കരുതി പോൾ അവനെ ഫോളോ ചെയ്യും. എന്നാൽ അവിടെ നിന്ന് കട്ട് ചെയ്ത് നമുക്ക് ആ കള്ളൻ ജെയിംസ് ആരാണെന്ന് നോക്കാം. ജെയിംസ് ഒരു ഡ്രഗ് അഡിക്റ്റ് ആണ്. അവൻ കഴിയുന്നത് കാട്ടിനുള്ളിലാണ്. ജോലിക്കൊന്നും പോകാത്ത ഡ്രഗ് അഡിക്റ്റായ ജെയിംസ് തനിക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നാട്ടുകാരുടെ വസ്തുക്കൾ എടുത്ത് തീഫ് മാർക്കറ്റിൽ കൊണ്ടുപോയി കൊടുത്താണ് അവൻ ജീവിക്കുന്നത്. അങ്ങനെ എന്നത്തെ പോലെ ആ ദിവസവും താൻ മോഷ്ടിച്ചെടുത്ത വസ്തുക്കളെല്ലാം തീഫ് മാർക്കറ്റിൽ കൊണ്ടുപോയി വിറ്റ ശേഷം ജെയിംസ് വീണ്ടും അടുത്തൊരു വീട് ലക്ഷ്യമാക്കി വരുന്ന സമയത്താണ് പോലീസുകാരൻ പോളിന്റെ കയ്യിൽപ്പെടുന്നത്. അങ്ങനെയാണ് പോലീസുകാരൻ പോൾ ജെയിംസിനെ ഫോളോ ചെയ്ത് അറസ്റ്റ് ചെയ്യുന്നത്. എന്നാൽ അതിനിടയിൽ പോളിന് ജെയിംസിനെ ഉപദ്രവിക്കേണ്ടി വന്നതുകൊണ്ട് തന്നെ ഇനി ഇവനെ കാരണം തനിക്കൊരു പ്രശ്നമുണ്ടാകരുതെന്നും കരുതിയാണ് പോലീസുകാരൻ ജെയിംസിനെ പറഞ്ഞയക്കുന്നത്. എന്നാൽ അതിനുശേഷം അന്ന് രാത്രി കള്ളൻ ജെയിംസ് ഒഴിഞ്ഞു കിടക്കുന്ന ഒരു വീട് കാണുകയാണ്. ചുറ്റും ആരുമില്ലെന്ന് മനസ്സിലാക്കിയ കള്ളൻ ജെയിംസ് ആരും കാണാതെ ആ വീടിനുള്ളിലേക്ക് കയറിക്കൂടും. എന്നാൽ ആ വീടിനുള്ളിലെല്ലാം നല്ല ഇരുട്ടായതുകൊണ്ട് കള്ളൻ വിചാരിക്കും ഈ വീട്ടിൽ ആൾതാമസമില്ല എന്ന്. അവൻ മുകളിലത്തെ നിലയിൽ നിന്നും പതിയെ താഴേക്ക് വരും. എന്നാൽ ആ വീട് മിസ്സിംഗ് ആകാത്ത ഏക സ്കൂൾ കുട്ടി അലക്സിന്റെ വീടായിരുന്നു. പെട്ടെന്ന് അവൻ തിരിഞ്ഞു നോക്കുമ്പോഴാണ് അലക്സിന്റെ അമ്മയും അച്ഛനും അനങ്ങാതെ അവിടെ ഇരിക്കുന്നത് കാണുന്നത്. അവൻ മെല്ലെ അവരുടെ അടുത്തേക്ക് വന്ന് നോക്കുമ്പോൾ അവർക്ക് രണ്ടുപേർക്കും ചലനമില്ലാതെ ഇരിക്കുകയാണ്. എന്നാൽ അവർക്ക് രണ്ടുപേർക്കും എന്തോ അസുഖമാണെന്ന് കരുതിയ ജെയിംസ് തക്ക അവസരം മുതലാക്കി അവിടെയുള്ള വസ്തുക്കളെല്ലാം മോഷ്ടിക്കും. അതിനുശേഷം താഴത്തെ മുറിയിലേക്ക് വരുമ്പോഴാണ് ആ സ്കൂളിൽ നിന്ന് മിസ്സായ എല്ലാ കുട്ടികളും അവിടെ നിൽക്കുന്നത് അവൻ കാണുന്നത്. പേടിച്ച് പുറത്തേക്കോടിയ ജെയിംസിന്റെ പിന്നാലെ അവിടെ അനങ്ങാതിരുന്ന അലക്സിന്റെ അമ്മയും അച്ഛനും ഓടിവരും. അവൻ എങ്ങനെയെങ്കിലും ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പുറത്തേക്ക് വരും. കാണാതായ കുട്ടികളെ പറ്റി പോലീസ് സ്റ്റേഷനിൽ പറയുകയാണെങ്കിൽ $10,000 കിട്ടുമെന്ന വാർത്ത അറിഞ്ഞാണ് കള്ളൻ ജെയിംസ് പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്നത്. എന്നാൽ ഇത് കാണുന്ന പോൾ കരുതും താൻ അവനെ ഉപദ്രവിച്ചതിന് തന്നെ ബോസിനോട് കംപ്ലൈന്റ് കൊടുക്കാൻ വരികയാണെന്ന് പറഞ്ഞാണ് പോൾ അവനെ ഓടിക്കുന്നത്. പോലീസുകാരൻ പോളിന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ട് താൻ സ്റ്റേ ചെയ്യുന്ന കാടിനുള്ളിലേക്ക് വരുന്ന ജെയിംസ് കാണുന്നത് കാടിനുള്ളിൽ ഒരു വിചിത്രമായ രൂപം തന്നെ നോക്കി നിൽക്കുന്നതാണ്. ഇത് കണ്ട് പേടിച്ച ജെയിംസ് ഉടനെ തന്നെ അവിടെ നിന്ന് പേടിച്ചോടി തൻ്റെ കൂടാരത്തിനുള്ളിൽ വന്ന് കയറും. എന്നാൽ അപ്പോഴേക്കും ആ വിചിത്ര രൂപമുള്ള ജീവി അവൻ്റെ കൂടാരത്തിനടുത്തേക്ക് വന്നിരുന്നു. തൻ്റെ കയ്യിൽ കിട്ടിയ കുറച്ച് സിറിഞ്ചെടുത്ത് അവൻ അതിനെ അറ്റാക്ക് ചെയ്യും. എന്നാൽ അത് ഇൻസ്പെക്ടർ പോൾ ആയിരുന്നു. പോൾ നീ എന്നെ അറ്റാക്ക് ചെയ്യുന്നോടാന്ന് പറഞ്ഞ് കയ്യിലിരുന്ന ഗണ്ണും എടുത്ത് അവനെ അറസ്റ്റ് ചെയ്യും. എന്നിട്ട് വണ്ടിയിൽ കൊണ്ടുവരുമ്പോൾ അവൻ പറയും സാർ അന്വേഷിച്ച് നടക്കുന്ന ആ കുട്ടികളെക്കുറിച്ച് ഞാൻ വിവരം തരാം, സാർ എന്നെ വിടുമോ എന്ന് ചോദിക്കും. അങ്ങനെ കള്ളൻ പറഞ്ഞതനുസരിച്ച് ഓഫീസർ പോൾ ആ വീടിൻ്റെ അടുത്തേക്ക് വരും. ജെയിംസിനെ കാറിൽ ലോക്ക് ചെയ്ത ശേഷം ജെയിംസ് പറഞ്ഞതനുസരിച്ച് പോൾ ആ വീടിനുള്ളിലേക്ക് കയറിപ്പോകും. എന്നാൽ കയറിപ്പോയ പോൾ രാത്രി വൈകിയ ശേഷവും തിരിച്ചിറങ്ങി വരും. എന്നാൽ പോൾ മടങ്ങി വരുന്നതും കാത്ത് കാറിനുള്ളിലിരിക്കുന്ന ജെയിംസിന്റെ അടുത്തേക്ക് ആ വീടിനുള്ളിൽ നിന്നും ഒരു വിചിത്ര രൂപം വന്ന് അവനെ ആ വീടിനുള്ളിലേക്ക് വലിച്ചെടുത്തുകൊണ്ട് പോകും. എന്നാൽ ഇവിടെ നിന്ന് നമ്മൾ കട്ട് ചെയ്തു പോകുന്നത് കഥയിലെ ഒരു ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറായ മാർക്കസിന്റെ അടുത്തേക്കാണ്. മാർക്കസ് ആണ് ആ കാണാതായ കുട്ടികളുടെ സ്കൂളിലെ പ്രിൻസിപ്പൽ. അങ്ങനെ ഒരു ദിവസം അലക്സിന്റെ ആന്റി എന്നും പറഞ്ഞ് ഒരു ലേഡി മാർക്കസിനെ കാണാൻ ഓഫീസിലേക്ക് വരും. എന്നിട്ട് മിസ്സിംഗ് ആയ കുട്ടികളെ പറ്റി അവർ അന്വേഷിക്കും. എന്നാൽ മാർക്കസ് അവരോട് പറയും നിങ്ങൾക്ക് ഇതിൽ ഇടപെടേണ്ട യാതൊരു കാരണവുമില്ല, കാര്യം നിങ്ങളുടെ കുട്ടി മിസ്സിംഗ് ആയിട്ടില്ല എന്ന്. എന്നാൽ ഇതേ കാര്യം പറഞ്ഞ് പ്രിൻസിപ്പലിന്റെ വീട്ടിലേക്ക് അവർ വീണ്ടും വരും. വീടിനുള്ളിൽ കയറിയ ശേഷം ബ്ലാക്ക് മാജിക് അറിയാവുന്ന ആ ലേഡി തന്റെ കയ്യിൽ നിന്ന് കുറച്ച് ബ്ലഡ് എടുത്ത ശേഷം എന്തോ ഒരു ആഭിചാര ക്രിയ ചെയ്ത ഉടനെ തന്നെ പ്രിൻസിപ്പൽ മാർക്കസിന്റെ മൈൻഡ് അവരുടെ കൺട്രോളിലാകും. പ്രിൻസിപ്പൽ മാർക്കസ് ഉടനെ തന്നെ തന്റെ ഫ്രണ്ടിനെ കൊന്ന ശേഷം ആ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഓടും. അങ്ങനെ അലക്സിന്റെ ആന്റി മാർക്കസിന്റെ മൈൻഡ് കൺട്രോൾ ചെയ്യും. വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടിയ മാർക്കസ് നേരെ ഓടുന്നത് ടീച്ചർ ജസ്റ്റിനെ കൊല്ലാനാണ്. ഇതേ സമയത്താണ് ആർച്ചറും ജസ്റ്റിനും പെട്രോൾ പമ്പിൽ വെച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോഴേക്കാണ് പ്രിൻസിപ്പൽ അങ്ങോട്ടേക്ക് വന്ന് അവളെ അറ്റാക്ക് ചെയ്യുന്നത്. അയാളുടെ കയ്യിൽ നിന്നും ആർച്ചർ അവളെ രക്ഷിക്കും. ആർച്ചറുടെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ടോടിയ പ്രിൻസിപ്പൽ വീണ്ടും ജസ്റ്റിന്റെ പിന്നാലെ പോകുമ്പോൾ ഒരു കാർ വന്ന് അയാളെ ഇടിച്ച് സ്പോട്ടിൽ അയാൾ ഡെത്ത് ആവുകയാണ് ചെയ്യുന്നത്. എന്നാൽ ആ ഇൻസിഡന്റോട് കൂടി ആർച്ചറിന് മനസ്സിലാവുകയാണ് ജസ്റ്റിൻ നിരപരാധിയാണ് എന്ന്. അങ്ങനെ അവർ രണ്ടുപേരും ഈ കുട്ടികളുടെ മിസ്സിങ്ങിന് പിന്നിൽ ആരാണെന്ന് കണ്ടുപിടിക്കാനായി ഒരുമിക്കുകയാണ്. എന്നാൽ അവിടെ നിന്ന് നമ്മൾ ഈ കഥയിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറായ ആ മിസ്സിംഗ് ആകാത്ത ഏക കുട്ടി അലക്സിന്റെ കഥയിലേക്ക് പോകുകയാണ്. അലക്സിന്റെ അച്ഛനാണ് അവനെ എന്നും സ്കൂളിൽ നിന്ന് വിളിച്ചുകൊണ്ട് വരുന്നത്. അവർ രണ്ടുപേരും നല്ല കമ്പനിയാണ്. സ്കൂളിൽ നിന്ന് വീട്ടിലെത്തിയ അലക്സിനോട് അവന്റെ മമ്മി വന്ന് പറയും അമ്മയുടെ ആന്റിക്ക് വയ്യാതെ കിടക്കുകയാണ്, അതുകൊണ്ട് ഞാനും പപ്പയും കൂടി അവരെ നമ്മുടെ വീട്ടിലേക്ക് നാളെ കൂട്ടിക്കൊണ്ട് വരുമെന്ന് പറയും. അങ്ങനെ അന്ന് രാത്രി വയ്യാതെ കിടക്കുന്ന മമ്മിയുടെ ആന്റിയെ അവർ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് വരുന്നത് അലക്സ് കാണും. അടുത്ത ദിവസം രാവിലെ അലക്സ് അവരുടെ റൂമിലേക്ക് പോയി ആ ആന്റിയെ നോക്കുമ്പോൾ അവരുടെ മുഖം കാണുമ്പോൾ തന്നെ അലക്സിന് പേടിയാകും. എന്നാൽ ആ വയസ്സായ സ്ത്രീയെ തങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുവന്നത് ഇഷ്ടപ്പെടാത്ത അലക്സ് സ്കൂളിലേക്ക് പോകുന്നതിനിടയിൽ അച്ഛനോട് പറയും അച്ഛാ അവരെ വേറെ അങ്ങോട്ടേക്കെങ്കിലും മാറ്റണം, എനിക്ക് അവരെ ഇഷ്ടമായില്ല എന്ന്. എന്നാൽ അന്ന് ഈവനിങ് അലക്സിനെ സ്കൂൾ വിട്ട ശേഷം പതിവിൽ നിന്ന് വിപരീതമായി അലക്സിന്റെ അച്ഛൻ അവനെ കൂട്ടാനായി വരില്ല.
അലക്സ് പതിയെ നടന്ന് വീട്ടിലേക്ക് വരും. എന്നാൽ വീട്ടിലെത്തുന്ന അലക്സ് കാണുന്നത് തൻ്റെ അച്ഛനും അമ്മയും മിണ്ടാതെ പരസ്പരം നോക്കിയിരിക്കുന്നതാണ്. അവരുടെ തൊട്ടടുത്ത് തന്നെ ഇന്നലെ വീട്ടിലേക്ക് വന്ന ആൻറ്റിയും ഇരിപ്പുണ്ട്. എന്നാൽ ആ ലേഡി അലക്സിൻ്റെ അടുത്ത് വന്ന് പറയും, ഇനി ഈ വീടിൻ്റെ കൺട്രോളും നിൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും കൺട്രോളും എൻ്റെ കയ്യിലാണ്. ഞാൻ പറയുന്നത് മര്യാദയ്ക്ക് നീ അനുസരിക്കണം, അല്ലെങ്കിൽ അതിൻ്റെ ഫലമായി നിൻ്റെ അച്ഛനെയും അമ്മയും ഞാൻ കൊന്നുകളയുമെന്ന് പറയും. എന്നിട്ട് അലക്സിനോട് മുകളിൽ പോയി കിടന്നുറങ്ങാൻ പറയും. എന്നാൽ ഇതിനെല്ലാം ശേഷം അടുത്ത ദിവസം വീണ്ടും അലക്സ് താഴേക്ക് ഇറങ്ങി വരുമ്പോൾ തൻ്റെ അമ്മയും അച്ഛനും ഒരനക്കവും ഇല്ലാതെ പരസ്പരം നോക്കിയിരിക്കുകയാണ്. ആ ലേഡി ചിരിച്ചുകൊണ്ട് അലക്സിനെ ടേബിളിൻ്റെ അടുത്തേക്ക് വിളിക്കും. എന്നിട്ട് ആ ലേഡി അവിടെ ഇരുന്ന് എന്തോ ഒരു ആഭിചാര കർമ്മം ചെയ്ത ഉടനെ തന്നെ അലക്സിൻ്റെ പാരൻസ് അവിടെയുണ്ടായിരുന്ന സ്പൂൺ എടുത്ത് തങ്ങളുടെ മുഖത്തേക്ക് കുത്തിമുറിക്കാൻ തുടങ്ങും. അവർ ആ ആഭിചാര കർമ്മം നിർത്തിയ ഉടനെ തന്നെ അവർ ആ കുത്തുന്നത് നിർത്തും. അങ്ങനെ ആ പാവം കുട്ടി പതിയെ പതിയെ മനസ്സിലാക്കുകയാണ് തൻ്റെ അച്ഛനും അമ്മയും ആ മന്ത്രവാദിയായ ലേഡിയുടെ ആഭിചാര കർമ്മത്തിൽ അകപ്പെട്ടു പോയിരിക്കുകയാണ് എന്ന്. കുട്ടിയായ അലക്സിനെ കൊണ്ട് ആ മന്ത്രവാദിനി ആ വീട്ടിലുള്ള എല്ലാ പണികളും ചെയ്യിപ്പിച്ചു. അവന് വേറൊരു വഴിയും തന്നെ ഇല്ലായിരുന്നു. പാവം അവൻ സ്കൂളിൽ പോകുമെങ്കിലും അവൻ്റെ വിഷമം അവൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്നു. അവൻ ആരോടും തൻ്റെ വീട്ടിൽ നടക്കുന്ന കാര്യം പറഞ്ഞില്ല. അങ്ങനെ ഒരു ദിവസം രാത്രി ആകപ്പാടെ തളർന്നു കിടക്കുന്ന ആ മന്ത്രവാദിനി അലക്സിനോട് പറയും, മോനെ നീ എന്നെ രക്ഷിക്കണം, എന്നെ രക്ഷിച്ചാൽ നിൻ്റെ അച്ഛനെയും അമ്മയെയും ഞാൻ സ്വതന്ത്രമാക്കാം. നീ നിൻ്റെ സ്കൂളിലുള്ള കുട്ടികളുടെ എല്ലാം വസ്തുക്കൾ മോഷ്ടിച്ച് എൻ്റെ കയ്യിൽ കൊണ്ട് തരികയാണെങ്കിൽ ഞാൻ നിൻ്റെ അച്ഛനെയും അമ്മയെയും എന്നേക്കുമായി മോചിപ്പിക്കാമെന്ന് പറയും. അലക്സ് അങ്ങനെ തൻ്റെ കൂട്ടുകാരുടെ വസ്തുക്കളെല്ലാം എടുത്തുകൊണ്ട് ആ മന്ത്രവാദിനിയുടെ കയ്യിൽ കൊണ്ട് കൊടുക്കും. അവരങ്ങനെ അന്ന് രാത്രി ആഭിചാര കർമ്മം ചെയ്യാൻ തുടങ്ങും. അങ്ങനെ ആഭിചാര കർമ്മം നടത്തി അത് കഴിയുമ്പോഴേക്കും അവൻ്റെ സ്കൂളിലെ കുട്ടികൾ ഓരോരുത്തരായി രാത്രി അവരുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി അലക്സിൻ്റെ വീട്ടിനുള്ളിലേക്ക് ഓടിക്കയറും. അങ്ങനെയാണ് ആ സ്കൂളിലെ ബാക്കി കുട്ടികളെല്ലാവരും മിസ്സിംഗ് ആകുന്നത്. എന്നാൽ അലക്സിനെയും അലക്സിൻ്റെ പാരൻസിനെയും പോലീസ് ക്വസ്റ്റ്യൻ ചെയ്യുമെങ്കിലും ആ മന്ത്രവാദിനിയുടെ കയ്യിൽ അകപ്പെട്ടിരുന്ന അലക്സിൻ്റെ അച്ഛനും അമ്മയും യാതൊരു സംശയം തോന്നാതെ തന്നെ അവരോട് സംസാരിക്കും. അങ്ങനെ ഒരു ദിവസം സ്കൂളിൽ പോയി മടങ്ങി വരുന്ന അലക്സ് തൻ്റെ വീട്ടിന് മുന്നിൽ ആ പോലീസുകാരൻ്റെ വണ്ടി നിൽക്കുന്നത് കാണുന്നത്. വീടിനുള്ളിൽ കയറുന്ന അലക്സ് കാണുന്നത് ആ പോലീസുകാരൻ പേടിച്ച് വിറങ്ങലിച്ച് അനങ്ങാതെ വീടിനുള്ളിൽ നിൽക്കുന്നതാണ്. അലക്സിനെ കൂടാതെ തന്നെ ആ കള്ളനും അനങ്ങാതെ വീടിനുള്ളിൽ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ആ കുട്ടികൾ പോകുന്ന മാപ്പ് നോക്കുമ്പോൾ ആ കുട്ടികൾ എത്താൻ ചാൻസ് ഉള്ളത് അലക്സിൻ്റെ വീട്ടിലാണെന്ന് മനസ്സിലാക്കിയ ആർച്ചറും ജസ്റ്റിനും അലക്സിൻ്റെ വീട്ടിലേക്ക് വരുമ്പോഴാണ് തൻ്റെ ഫ്രണ്ടായ പോലീസുകാരൻ്റെ വണ്ടി അവിടെ കിടക്കുന്നത് ജസ്റ്റിൻ കാണുന്നത്. എന്നാൽ ആ മന്ത്രവാദിനിയുടെ മാന്ത്രിക വലയത്തിൽ അകപ്പെട്ട പോലീസുകാരൻ ആ വീടിന് പുറത്തേക്ക് വന്ന് ജസ്റ്റിനെ കൈയാട്ടി വിളിക്കും. ഇതൊന്നും അറിയാതെ ജസ്റ്റിനും ആർച്ചറും ആ പോലീസുകാരനോടൊപ്പം അലക്സിന്റെ വീടിനുള്ളിലേക്ക് പോകും. ഇതെല്ലാം തന്നെ അലക്സ് വീടിനുള്ളിൽ ഇരുന്ന് കാണുന്നുണ്ടായിരുന്നു. എന്നാൽ ഇതൊരു ട്രാപ്പാണെന്നറിയാതെ ജസ്റ്റിനും ആർച്ചറും ആ വീടിനുള്ളിലേക്ക് കയറിയ ശേഷം അവിടെ ഉണ്ടായിരുന്ന മാന്ത്രിക കളം മുറിച്ചു കടക്കും. എന്നാൽ അപ്പോഴേക്കും ആ പോലീസുകാരനും ആ കള്ളനും ആ മന്ത്രവാദിനിയുടെ മാന്ത്രിക വലയത്തിൽ അകപ്പെട്ട് അവരെ രണ്ടുപേരെയും അറ്റാക്ക് ചെയ്യും. ജസ്റ്റിൻ ആ പോലീസുകാരനെ കണ്ട് പേടിച്ച് ഓടി അടുക്കളയിലേക്ക് കയറുമെങ്കിലും ആ പോലീസുകാരൻ അവളുടെ കഴുത്തിൽ തൂക്കിയെടുത്ത് അവളെ കൊല്ലാനായി ഒരുങ്ങുകയാണ്. എന്നാൽ അപ്പുറത്ത് മന്ത്രവാദിനിയുടെ കയ്യിൽ അകപ്പെട്ട ആ കള്ളൻ ആർച്ചറിനെ കൊല്ലാനായി ഒരുങ്ങുമ്പോഴാണ് ആർച്ചർ ആ ബിൽഡിങ്ങിന്റെ താഴെ ആ മിസ്സിംഗ് ആയ കുട്ടികളെല്ലാം നിൽക്കുന്നത് കണ്ട് ഞെട്ടുന്നത്. അതേസമയം കൺട്രോൾ നഷ്ടപ്പെട്ട പാവം അലക്സിന്റെ അമ്മയും അച്ഛനും അലക്സിനെ കൊല്ലാനായി റൂമിലേക്ക് കയറി. എന്നാൽ ആ പോലീസുകാരൻ അറ്റാക്ക് ചെയ്യുന്നതിനിടയിൽ ജസ്റ്റിൻ അവന്റെ ഗണ്ണെടുത്ത് തന്നെ അവന്റെ തലയിൽ വെടിവെച്ച് കൊല്ലും. അതിനുശേഷം ആർച്ചറിന്റെ അടുത്തേക്ക് വന്ന് ആ കള്ളനെയും ജസ്റ്റിൻ തന്നെ വെടിവെച്ച് കൊല്ലും. ആർച്ചർ അങ്ങനെ ആ വീടിന്റെ ബേസ്മെന്റിലേക്ക് ഇറങ്ങി തന്റെ കുട്ടിയെയും ബാക്കിയുള്ള എല്ലാ കുട്ടികളെയും കണ്ടുപിടിക്കും. എന്നാൽ ഇതേ സമയം റൂമിനുള്ളിൽ നിന്ന് അലക്സിന് ആ മന്ത്രവാദിനിയുടെ വടി കിട്ടും. എന്നാൽ അപ്പോഴേക്കും ആ മന്ത്രവാദിനി വീണ്ടും അങ്ങോട്ടേക്ക് വന്ന് ആർച്ചറിന്റെ മൈൻഡ് കൺട്രോൾ ചെയ്ത് ജസ്റ്റിനെ കൊല്ലാനായി ഒരുങ്ങും. എന്നിട്ട് ആ മന്ത്രവാദിനി പതിയെ ജസ്റ്റിന്റെ അടുത്തേക്ക് വരും. എന്നാൽ ഇതേ സമയം റൂമിലുണ്ടായിരുന്ന അലക്സ് ആ മന്ത്രവാദിനിയുടെ വടിയെടുത്ത് അവരുടെ കൺട്രോളെല്ലാം തൻ്റെ കയ്യിൽ വരുത്തും. അങ്ങനെ ആ റൂമിൽ ഒളിപ്പിച്ചിരുന്ന കുട്ടികളുടെ എല്ലാം മൈൻഡിന്റെ കൺട്രോൾ തൻ്റെ കയ്യിലെത്തുമ്പോൾ അലക്സ് ആ കുട്ടികളെ കൊണ്ട് തന്നെ ആ മന്ത്രവാദിനിയെ അറ്റാക്ക് ചെയ്യും. കുട്ടികളെ പേടിച്ച് ആ മന്ത്രവാദിനി ഓടി രക്ഷപ്പെടാൻ നോക്കുമെങ്കിലും ഒടുവിൽ കുട്ടികളുടെ കയ്യിൽ കിട്ടുന്ന ആ മന്ത്രവാദിനിയെ അവരെല്ലാവരും കൂടി ഒരുമിച്ച് വലിച്ചു കീറി ഇഞ്ചിഞ്ചായി തന്നെ കൊല്ലും. അങ്ങനെ അവസാനം ആ മന്ത്രവാദിനി മരിക്കുകയും ഒളിപ്പിച്ചിരുന്ന എല്ലാ കുട്ടികൾക്കും തങ്ങളുടെ പാരൻസിന്റെ അടുത്തേക്ക് പോകാൻ കഴിയുകയും ചെയ്യും. ജസ്റ്റിനും അവസാനം സമാധാനവും അലക്സിന് അലക്സിന്റെ അച്ഛനെയും അമ്മയെയും തിരിച്ചു കിട്ടുകയും ചെയ്യും. ഈ ഒരു സീനോട് കൂടി ഈ സിനിമയുടെ അവസാനിക്കുകയാണ്. കഥ ഇഷ്ടമായെങ്കിൽ എൻ്റെ എല്ലാ കൂട്ടുകാരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം. ഇതൊരു പുതിയ ചാനലായതുകൊണ്ട് തന്നെ തെറ്റുകുറ്റങ്ങളൊക്കെ വരാം. അതെല്ലാം ക്ഷമിച്ച് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു.